കുഞ്ഞിക്കാലിലിടുന്ന ഷൂ ഒക്കെ നോക്കിയിരിക്കുന്നത് രസമാണ്, നല്ല ക്യൂട്ട്. ഗോൾവേ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞങ്ങളൊരു വൈകുന്നേരം 5:30 പക്ഷെ നല്ല ഇരുട്ടാണ്. എന്നാലും ഞങ്ങളൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. ഇതിലൊന്ന് കയറി കിടന്നാലുണ്ടല്ലോ അവിടെ കിടക്കാം. എറിഞ്ഞു വീഴ്ത്താൻ പോവുകയാണ് ഗൈസ്. അയ്യേ, തോറ്റ തുന്നമ്പാടി വരുന്നു മോൻ. പിണ്ണതയിലും എടുക്കും, പിണ്ണതയിലും ഞാൻ മിക്കാറും. എന്തേലും നടക്കുവോ? പ്രാവശ്യം എന്തേലും നടത്തിയിട്ട് അടിച്ച് ജിമ്മിനി കയറ്റാൻ പോകുന്നത്. ഫിസിക്സിന്റെ ഒരു ആദിവാളങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം അവർക്ക് വരാനായിട്ട്. അന്റെ അവിടെ പോയി വെച്ചു ചിമ്മിനിയുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അടിപൊളി. ഇത് അവർക്ക് പണിയുണ്ടാക്കുമെന്നായിരിക്കും തോന്നുന്നത്. ഹോട്ട് ഡോഗ് മേടിക്കാനായിട്ട് ഇവിടെ വലിയ നീണ്ട ക്യൂവിൽ ലൈൻ നിൽക്കുകയാണ്. ലൈവായിട്ട് അവർ ബർഗർ, ഹോട്ട് ഡോഗ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ കടിക്കാൻ പോലും പറ്റുന്നില്ല. കൊച്ചു കഴിച്ചു നോക്കട്ടെ പിന്നെ എങ്ങനെയുണ്ടെന്ന്. നല്ലതാണോ? ചിമ്നി കേക്ക് കഴിക്കാൻ പോവാണ് ഗൈസ്. ചിമ്നി കേക്കിന്റെ ഷോപ്പിൽ ലക്ഷ്യമാക്കി നമ്മൾ നടന്നെടുത്തിരിക്കുന്നു. എന്താണ് മേടിക്കുന്നത് ഗൈസ്? ഓയ്യ. ഇതാണ് പിസ്താച്ചിയോ ചിമ്നി കേക്ക്. ഐസ്ക്രീമും ടോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതാണ് പഞ്ചസാര പാത്രത്തിൽ തലകുത്തി വീണ പോലെ എന്റെ കയ്യിലും മുഖത്തും എല്ലാം ഇതിന്റെ ഷുഗറാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ഈ ചിമ്നി കേക്ക്. ലാസ്റ്റ് ഇയറും അച്ഛൻ ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഞാനും ട്രൈ ചെയ്തത്. അങ്ങനെ ചിമ്നി കേക്ക് എല്ലാം കഴിച്ച് ഞങ്ങൾ കുറേ നടന്നു. സ്ട്രീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കയറിയില്ല. എല്ലാ വർഷവും നമ്മൾ ഇതിലൊക്കെ കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയ ഒക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. കുറേ നടന്നതിന് ശേഷം ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സോൾട്ട് ഹില്ലിലെ പപ്പാറിച്ച് റെസ്റ്റോറൻറ്റിലാണ് പോയത്. ക്രിസ്മസ് മാർക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പപ്പാറിച്ചിൽ വിളിച്ച് ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ക്വയറ്റായിട്ട് തോന്നി. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ അവൈലബിൾ ആയിട്ടുള്ള ടേബിൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിളിച്ചത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോരെ, ടേബിൾ അവൈലബിൾ ആണെന്ന്. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ യൂഷ്വൽ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും ഇവിടുത്തെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇവിടുന്ന് എന്ത് ഓർഡർ ചെയ്താലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ സ്പൈസി ആക്കാൻ പറയാറുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു.